ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ആകണമെങ്കിൽ ഇതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് മനോഹരമാക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇംഗ്ലീഷ് കയറുന്ന വിധമാണ് നമ്മുടെ ക്ലാസ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. തുടങ്ങാം. കോൺവെർസേഷൻ സ്റ്റാർട്ടേഴ്സ്. സംഭാഷണം തുടങ്ങുന്നത് ഇത് വെച്ചാണ്. ഫസ്റ്റ് വൺ, ഐ ബിലീവ് ദാറ്റ്. ഞാൻ, ബിലീവ് ദാറ്റ് വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത്. One example sentence, I believe that hard work leads to success. കഠിനാധ്വാനം വിജയത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Second one, in my opinion. In my, എൻ്റെ. Opinion, അഭിപ്രായത്തിൽ, എൻ്റെ അഭിപ്രായത്തിൽ. In my opinion, English is easy to learn with regular practice. എൻ്റെ അഭിപ്രായത്തിൽ സ്ഥിരമായ പരിശീലനത്തിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ എളുപ്പമാണ്. Next one, personally, I feel that. Personally, വ്യക്തിപരമായി. I feel that, എനിക്ക് തോന്നുന്നത്. Personally, I feel that speaking practice is more important than memorizing grammar rules. വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് വ്യാകരണ നിയമങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ സംസാര പരിശീലനമാണ് കൂടുതൽ പ്രധാനപ്പെട്ടതെന്നാണ്. Personally, I feel that. Next one, as far as I am concerned. എന്നെ, as far as I am concerned, എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നെ സംബന്ധിച്ചിടത്തോളം. As far as I am concerned, honesty is the best policy. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധതയാണ് ഏറ്റവും നല്ല നയം. നെക്സ്റ്റ് വൺ, I would say that. ഞാൻ പറയുക അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്. I would, ഞാൻ would say that, പറയുക. ഞാൻ പറയുക. I would say that this is a great opportunity. ഇതൊരു മികച്ച അവസരമാണെന്ന് ഞാൻ പറയും. I would say that. What I am saying is that. Very beautiful one starter. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് എന്തെന്നാൽ. What I am saying is that you need more practice, not more memorization. ഞാൻ പറയുന്നത് എന്തെന്നാൽ കൂടുതൽ മനഃപ്പാഠമാക്കുകയല്ല, കൂടുതൽ പരിശീലിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യം. What I am saying is that. Next one, in other words. In other, മറ്റൊരു. in other, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ. Example sentence, in other words, you need to practice every day. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും പരിശീലിക്കണം.
ഇൻ അതർ വേർഡ്സ്. ഈ സ്റ്റാർട്ടേഴ്സ് എല്ലാം എന്നോടൊപ്പം കുറച്ച് ശബ്ദത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞ് പരിശീലിക്കുക. ഓരോ സ്റ്റാർട്ടറും അറ്റ്ലീസ്റ്റ് 20 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്യുക. ഇത് ഉപയോഗിക്കുന്നതോടുകൂടി നിങ്ങളുടെ ഇംഗ്ലീഷ് ലെവലപ്പ് മനോഹരമാവും. ഓക്കെ, നെക്സ്റ്റ് വൺ, യു വുഡ് ബി ഫാസിനേറ്റഡ് ടു നോ ദാറ്റ്. വൗ, ബ്യൂട്ടിഫുൾ സ്റ്റാർട്ടർ, റൈറ്റ്? അതായത് നമ്മൾ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതിന് മുമ്പ് പറയാൻ പറ്റിയൊരു സ്റ്റാർട്ടറാണ്. അതായത് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് അതിശയകരമായി തോന്നും. അറിയുമ്പോൾ നിങ്ങൾക്ക് അതിശയകരമായി തോന്നും. നിങ്ങൾക്ക് അതിശയകരമായി തോന്നും. You would be fascinated to know that many people learn English by watching simple videos. ലളിതമായ വീഡിയോകൾ കണ്ടുകൊണ്ട് പലരും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് വളരെ അതിശയകരമായി തോന്നും. ഇന്ന് തന്നെ ഈ സ്റ്റാർട്ടർ നിങ്ങളൊന്ന് നിങ്ങളുടെ റിയൽ ലൈഫിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, എത്ര സുന്ദരമായിരിക്കും. നെക്സ്റ്റ് വൺ, ബിലീവ് ഇറ്റ് ഓർ നോട്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ബിലീവ് ഇറ്റ് ഓർ നോട്ട്. Believe it or not, I learned many English words from movies. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സിനിമകളിൽ നിന്നാണ് ഞാൻ പല ഇംഗ്ലീഷ് വാക്കുകളും പഠിച്ചത്. Believe it or not. Next one. One interesting thing is that. രസകരമായ ഒരു കാര്യം എന്തെന്നാൽ. ഒരു കാര്യം എന്തെന്നാൽ. രസകരമായ ഒരു കാര്യം എന്തെന്നാൽ. One interesting thing is that children learn languages very quickly. കുട്ടികൾ ഭാഷകൾ വളരെ വേഗത്തിൽ പഠിക്കുന്നു എന്നതാണ് രസകരമായ ഒരു കാര്യം. One interesting thing is that. Next one. Another thing is that. മറ്റൊരു കാര്യം എന്തെന്നാൽ. മറ്റൊരു കാര്യം എന്തെന്നാൽ. Another thing is that you should speak English without fear. മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ഭയമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കണം. Another thing is that. Next one. On top of that. അതിനു പുറമെ. അതിനു പുറമെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ. The course is affordable and on top of that it is very useful. ഈ കോഴ്സിന് ചെലവ് കുറവാണ്, അതിനു പുറമെ അത് കൂടാതെ ഇത് വളരെ ഉപകാരപ്രദവുമാണ്. On top of that. Next one. Besides that. അത് കൂടാതെ. ഏകദേശം തൊട്ട് മുമ്പത്തെ സ്റ്റാർട്ടറിന്റെ അതേ മീനിങ് തന്നെയാണ് അല്ലേ? Besides that, you can practice English with your friends. അതുകൂടാതെ നിങ്ങൾക്ക് സുഹൃത്തുക്കളോടൊപ്പം ഇംഗ്ലീഷ് പരിശീലിക്കാനും കഴിയും. Besides that. Next one. Not only that, but. Not only, but also. We learned from school, right? Not only that, but it also improves your confidence. അത് മാത്രമല്ല, അത് നിങ്ങളുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. Not only that, but. അതിൻ്റെ അതും not only but അത് മാത്രമല്ല, അതുമാത്രമല്ല ഇതുകൂടി എന്നുള്ള അർത്ഥത്തിൽ. Next one. Another important point is that. Another
ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദാറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ another important point is that you should listen carefully. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. Another important point is that. Next one, as far as I know. എനിക്കറിയാവുന്നിടത്തോളം. As far as I know, the meeting starts at 10 o'clock. എനിക്കറിയാവുന്നിടത്തോളം മീറ്റിംഗ് 10 മണിക്ക് തന്നെ ആരംഭിക്കും. As far as I know. Next one, as far as I can remember. As far as I can remember. എനിക്ക് ഓർമ്മയുള്ളിടത്തോളം. അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഓർമ്മിക്കുന്നിടത്തോളം. As far as I can remember, we met for the first time in 2020. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് 2020-ലാണ്. As far as I can remember. Next one, I suppose. ഞാൻ കരുതുന്നു. I think അല്ലെങ്കിൽ in my opinion ഏകദേശം സെയിം ആയി വരുന്നൊരു സ്റ്റാർട്ടറാണിത്. I suppose we should leave now. നമ്മളിപ്പോൾ പോകണമെന്ന് ഞാൻ കരുതുന്നു. I suppose. Next one, I strongly feel that. എനിക്ക് ശക്തമായി തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് ശരിക്കും തോന്നുന്നത്. I strongly feel that everyone should learn basic English. എല്ലാവരും അടിസ്ഥാന ഇംഗ്ലീഷ് പഠിക്കണമെന്നാണ് എനിക്ക് ശരിക്കും തോന്നുന്നത്. I strongly feel that. Next one, without a doubt. സംശയമില്ലാതെ. അല്ലെങ്കിൽ തീർച്ചയായും. Without a doubt, practice is the key to fluency. സംശയമില്ലാതെ പരിശീലനമാണ് ഫ്ലുവൻ്റായി സംസാരിക്കുന്നതിനുള്ള താക്കോൽ. Without a doubt. Next one, by the way. Very common starter, right? By the way means അതിനിടയിൽ ഒരു കാര്യം. By the way, did you finish your homework? അതിനിടയിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഹോംവർക്ക് പൂർത്തിയാക്കിയോ? By the way, very useful, right? Next one, that reminds me. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടൊരു സ്റ്റാർട്ടറാണിത്. That reminds me. ഒരു കാര്യം നമ്മൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ അറിയുമ്പോഴോ മറ്റൊരു കാര്യം ഓർമ്മ വരിക. That reminds me I have to call my friends. അത് എന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് എൻ്റെ സുഹൃത്തിനെ വിളിക്കണം. That reminds me of, or that reminds me. അതിൻ്റെ that reminds me അർത്ഥം അത് എന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. അത് എന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. Next one, before I forget. ഞാൻ മറക്കുന്നതിന് മുമ്പ്.
ബിഫോർ ഐ ഫൊഗെറ്റ് പ്ലീസ് സെൻഡ് മീ ദ ഡീറ്റെയിൽസ്. ഞാൻ മറക്കുന്നതിന് മുമ്പ് ദയവായി എനിക്ക് വിവരങ്ങൾ അയച്ചു തരൂ. ബിഫോർ ഐ ഫൊഗെറ്റ്. നെക്സ്റ്റ് വൺ, ദാറ്റ് ബ്രിങ്സ് മീ ടു അനദർ പോയിന്റ്. അത്, ദാറ്റ്, ബ്രിങ്സ് കൊണ്ടുവരിക അല്ലെ, അത് എന്നെ മറ്റൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നു. മറ്റൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നു. That brings me to another point. We need to manage our time properly. അത് തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ നമ്മുടെ സമയം ശരിയായി നിയന്ത്രിക്കണം. That brings me to another point. Next one, if you ask me. എന്നോട് ചോദിച്ചാൽ. എന്നോട് ചോദിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ, ഇഫ് യു ആസ്ക് മീ, ദിസ് ഈസ് ദ ബെസ്റ്റ് വേ ടു ലേൺ ഇംഗ്ലീഷ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ്. ഇഫ് യു ആസ്ക് മീ. നെക്സ്റ്റ് വൺ, ടു ബി ഓണസ്റ്റ്. സത്യസന്ധമായി പറഞ്ഞാൽ. സത്യസന്ധമായി പറഞ്ഞാൽ. To be honest, I was a little nervous before the presentation. സത്യസന്ധമായി പറഞ്ഞാൽ പ്രസന്റേഷന് മുമ്പ് എനിക്ക് അല്പം പേടിയുണ്ടായിരുന്നു. To be honest. Next one, frankly speaking. വാസ്തവത്തിൽ. വാസ്തവത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ. Frankly speaking, frankly speaking means, തുറന്നു പറഞ്ഞാൽ. തുറന്നു പറഞ്ഞാൽ. തുറന്നു പറഞ്ഞാൽ. Frankly speaking, I don't like this idea. തുറന്നു പറഞ്ഞാൽ എനിക്ക് ഈ ആശയം ഇഷ്ടമല്ല. Frankly speaking, തുറന്നു പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ, ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്. ഇതിന്റെ മീനിങ് ആണ് വാസ്തവത്തിൽ. വാസ്തവത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ. വാസ്തവത്തിൽ or യഥാർത്ഥത്തിൽ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, I have already completed the work. വാസ്തവത്തിൽ ഞാൻ ജോലി ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് നന്നായി ബൈഹാർട്ട് ചെയ്യണം. വളരെ ഉപകാരപ്രദമായ ഒരു സ്റ്റാർട്ടറാണ്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്. നെക്സ്റ്റ് വൺ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മീൻസ് ഒടുവിൽ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞാൽ. At the end of the day, your effort is what really matters. ഒടുവിൽ നിങ്ങളുടെ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത്. At the end of the day. Next one, the last one. The last, not the least one. The thing is. കാര്യം എന്തെന്നാൽ. The thing is, I don't have enough time today. കാര്യം എന്തെന്നാൽ ഇന്ന് എനിക്ക് മതിയായ സമയമില്ല. അപ്പോൾ നോക്കൂ, എത്ര യൂസ്ഫുള്ളായ മനോഹരമായ സ്റ്റാർട്ടേഴ്സാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. നിങ്ങൾ ഓരോ സ്റ്റാർട്ടേഴ്സും റിപ്പീറ്റ് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഐഡിയ ശരിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഒരു സ്റ്റാർട്ടറെങ്കിലും ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങളുടെ കമൻറ്റ് വായിക്കുന്നത് എനിക്ക് എത്ര ഇഷ്ടമാണോ നിങ്ങൾക്കറിയാം. അപ്പം മറന്നു പോകാതെ കഴിയുന്നത്ര സ്റ്റാർട്ടേഴ്സ് ഉപയോഗിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത്തരം വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും. സോ നിങ്ങൾ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും എനിക്ക് വലിയ പ്രോത്സാഹനങ്ങളാണ്. നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഇനി ഇംഗ്ലീഷ് തേടി നിങ്ങൾ എവിടെയും പോകണ്ട. എല്ലാ ദിവസവും ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you soon in the next video. Bye-bye.